പ്രവാസികൾ പൊതുവെ ടേം ഇൻഷുറൻസ് എടുക്കുന്നത് അങ്ങ് പ്രവാസ നാട്ടിൽ നിന്നായിരിക്കും. എന്നാൽ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് നല്ലൊരു തുക സേവ് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളുടെ ആ ഒരു ഇൻഷുറൻസ് ഡബിൾ ബെനിഫിറ്റുകളാക്കാൻ സാധിക്കും. ഇൻഷുറൻസ് എടുക്കുന്ന ഭൂരിഭാഗം ആളുകളും ആഡോൺസ് എന്താണെന്ന് മനസ്സിലാക്കുകയോ അത് അവരുടെ ഇൻഷുറൻസ് പോളിസിയോടൊപ്പം കൂട്ടിച്ചേർക്കുകയോ ചെയ്യാറില്ല. നമുക്ക് ഗുണങ്ങൾ നൽകുന്ന നിരവധി ഫീച്ചറുകളുള്ള ആഡോണുകൾ ഇന്ന് നമുക്ക് ഇൻഷുറൻസ് പോളിസിയോടൊപ്പം എടുക്കാനാകും. അപ്പോൾ അത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു ആഡോണാണ് ആക്സിഡൻ്റൽ ഡെത്ത് ബെനിഫിറ്റ് റൈഡർ. തീർച്ചയായിട്ടും ഒരു ടേം ഇൻഷുറൻസ് എടുക്കുന്നവർ ഇത്തരത്തിലുള്ള ആ ഒരു ആഡോൺ കൂടി അവർ ആ ഒരു ടേം ഇൻഷുറൻസിനോടൊപ്പം കൂട്ടിച്ചേർക്കാൻ മറക്കരുത്. ടേം ഇൻഷുറൻസിൻ്റെ ഗുണം എന്താണെന്ന് മുൻപ് പല വീഡിയോകളിലും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വളരെ തുച്ഛമായ ഒരു തുക മാസം തോറും കൊടുക്കുന്ന ഒരു പോളിസി ഹോൾഡർ അയാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അയാളുടെ അവകാശികൾക്ക് കോടിക്കണക്കിന് രൂപയായിരിക്കും ഇൻഷുറൻസ് കമ്പനി കൊടുക്കുക. അതാണ് ടേം ഇൻഷുറൻസ്. അപ്പോൾ അത്തരത്തിലൊരു ടേം ഇൻഷുറൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ലിങ്ക് ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുമുണ്ട്. ഇനി ഞാനിവിടെ സൂചിപ്പിച്ച ആക്സിഡൻ്റൽ ഡെത്ത് ബെനിഫിറ്റ് റൈഡർ എന്ന് പറയുന്ന ഈ ഒരു ആഡോണിൻ്റെ ഗുണം എന്താണെന്ന് മനസ്സിലാക്കാം. ഒരു പോളിസി ഹോൾഡർ അയാൾ 1 കോടി രൂപയുടെ ഒരു ടേം ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെന്ന് കരുതുക. അയാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവകാശികൾക്ക് ഇൻഷുറൻസ് കമ്പനി സ്വാഭാവികമായിട്ടും കൊടുക്കുക 1 കോടി രൂപയായിരിക്കുമല്ലോ. എന്നാൽ അയാൾ ആ ഒരു ടേം ഇൻഷുറൻസിനോടൊപ്പം ആക്സിഡൻ്റൽ ഡെത്ത് ബെനിഫിറ്റ് റൈഡർ എന്ന് പറയുന്ന ഈ ഒരു ആഡ് അതൊരു 50 ലക്ഷം രൂപയുടെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ അയാൾ ഒരു അപകടത്തിൽ മരണപ്പെട്ട് കഴിഞ്ഞാൽ നോമിനിക്ക് ഇൻഷുറൻസ് കമ്പനി കൊടുക്കുക 1.5 കോടി രൂപയായിരിക്കും. ആക്സിഡൻറ്റ് എന്ന് പറയുമ്പോൾ ഒരു ട്രാഫിക് ആക്സിഡൻറ്റ് മാത്രമല്ല, ചിലപ്പോൾ തീപിടുത്തമാവാം, അല്ലെങ്കിൽ ഒരു എയർപ്ലെയിൻ ക്രാഷ് ആവാം, ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും വീഴ്ചയിൽ സംഭവിച്ച ആ ഒരു പരിക്ക് മൂലം പിന്നീട് ഉണ്ടാകുന്ന മരണമാവാം. ഇതൊക്കെ തന്നെ ആക്സിഡൻ്റ് ഡെത്ത് ആയിട്ടാണ് പരിഗണിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു ആഡ് ഓൺ ആ ഒരു പോളിസിയോടൊപ്പം ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവകാശികൾക്ക് കിട്ടുന്നത് ഡബിൾ ബെനിഫിറ്റാണ്. അപ്പോൾ അത് നമ്മൾ ഒരിക്കലും മറക്കരുത്. ഇതിനൊന്നും വലിയ തുകയൊന്നും ആവില്ല. ഇപ്പം നിങ്ങളുടെ പ്രായം അനുസരിച്ചിട്ട് 850 രൂപയൊക്കെ മാസം കൊടുത്തു കഴിഞ്ഞാൽ 2 കോടിയുടെ വരെയൊക്കെ ടേം ഇൻഷുറൻസ് കിട്ടുന്ന കാലമാണ്. അപ്പോൾ അതിനോടൊപ്പം ഒരു ആഡ് ഓണൊക്കെ ആഡ് ചെയ്യാൻ നിസ്സാര തുക മാത്രമേ ആവുള്ളൂ. നിങ്ങളൊരു പ്രവാസിയാണെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കിലൂടെ ഒരു ടേം ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ NRE അക്കൗണ്ട് ഉപയോഗിച്ചിട്ടാണ് പേ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 18% GST ഇവിടെ ഒഴിവായി കിട്ടും. പിന്നെ മറ്റൊരു കാര്യം നമ്മൾ അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രവാസ നാട്ടിൽ നിങ്ങളൊരു ടേം ഇൻഷുറൻസ് എടുക്കുന്നതിനേക്കാൾ നമ്മുടെ ഇന്ത്യയിൽ 30 മുതൽ 50% വരെ ചീപ്പർ പ്രീമിയമാണ്. ഇനി മറ്റൊന്ന്, നിങ്ങൾ ആനുവലി ആണ് പ്രീമിയം അടയ്ക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 5% ഡിസ്കൗണ്ട് ലഭിക്കും. അപ്പോൾ നേരെ 18+5 23% ഡിസ്കൗണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം, ഇവിടെ ഏജൻറ്റ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏജൻറ്റിന് നൽകേണ്ടി വരുന്ന 10% വരെ നമുക്കിവിടെ ഓൾറെഡി അവർ കുറച്ച് തരുന്നുമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നല്ലൊരു ഡിസ്കൗണ്ടാണ് നമ്മൾ ഓൺലൈനിലൂടെ ഒരു ടേം ഇൻഷുറൻസ് എടുത്തതിനാൽ. ഇത് മാത്രമല്ല, ചില രാജ്യങ്ങളിൽ ടേം ഇൻഷുറൻസ് അതൊരു 80-85 വയസ്സ് വരെയൊക്കെ നൽകാറുള്ളൂ. എന്നാൽ നമ്മുടെ ഇന്ത്യയിൽ 99 വയസ്സ് വരെയുള്ള ടേം ഇൻഷുറൻസ് നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ നൽകിയിരിക്കുന്ന ലിങ്കിലൂടെ നിങ്ങൾക്ക് അതൊന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഇന്ത്യയിലുള്ള പ്രശസ്തമായ എല്ലാ ഇൻഷുറൻസ് കമ്പനികളുടെയും ടേം ഇൻഷുറൻസ് നിങ്ങൾക്ക് അതിലൂടെ എടുക്കാൻ സാധിക്കും. 24 അവർ കസ്റ്റമർ സപ്പോർട്ടും അവർ നൽകുന്നുണ്ട്.